മരോളായിട്ടല്ല കാണുന്നത്, മോളായിട്ടാ. ഞാനങ്ങൾ എന്റെ അമ്മായിയമ്മയായിട്ടല്ല കാണുന്നത്, ഉമ്മയായിട്ടാ. ഞാനും സക്കീറും സംസാരിക്കുന്നത് റസിയ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? അടി കിടക്കുന്ന 4-5 പച്ചനും വേണ്ടി 5-6 വെള്ളം കുടിച്ചെന്ന് പറഞ്ഞ മാതിരി അപ്പൊ എന്റെ അവസ്ഥ. നീ ഇപ്പൊ പറഞ്ഞതേ വീട്ടിൽ ചെന്ന് നിന്റെ ബാപ്പാനോട് പറ, അങ്ങേർക്കാണത് കൂടുതൽ മാച്ചാവുക. ഇവിടെ ഒരു പ്ലെയറും ചുറ്റിക്ക് കുഴിച്ചിട്ടിരുന്നു, അത് മാത്രമാണ്. എന്റെ ബോധം പോയത് കറണ്ട് പിടിച്ചിട്ടല്ലോടോ, അതിന്റെ അടി കൊണ്ടിട്ടാ. മനസ്സിലായി? റസിയെ സക്കീറിന്റെ പെണ്ണാ, സക്കീറിന് വേണ്ടത് ഒരുക്കാനാ ഓള് പറഞ്ഞു. പക്ഷെ ക്ഷമിക്കുന്നവനൊരു അതിരുണ്ട്. ആ അതിര് വിട്ടാൽ അവൻ ശരിക്കും ഒരാണായി മാറും. ഭയങ്കര തലവേദന. ഇന്നെനിക്ക് നീ എന്ത് കേട്ടാലും ഭ്രാന്ത് പിടിക്കും. നിന്റെ അവസാനത്തെ തീരുമാനം എന്താണെന്നറിയണം, അതിനാ വന്നത്. ഞങ്ങളെ തറവാട്ടുകാർ ഉണക്കമീൻ നിന്നല്ല, പച്ചമീൻ നിന്നാ കൈവുള്ളോല. മനസ്സിലായില്ലേ? ഇനി അധികം മുതലക്കണ്ണീര് ഒഴുക്കി ഇവിടെ നിക്കാതെ വേഗം പോണതാ എനിക്ക് നല്ലത്. എന്റെ മനസ്സും കണ്ണും തുറക്കും. ഇവൻ പെണ്ണിട്ടെ. അതോ അവിടെ പെരുമാറേണ്ട പുതിയ വല്ല പാഠങ്ങളുണ്ടോ പഠിപ്പിച്ചു തരാൻ? നിങ്ങൾക്കൊക്കെ തിന്നാൻ തന്നെ പൈസനോട് 2 കൊച്ചനാടിനെ വാങ്ങി ആട്ടുകാട്ടെങ്കിലും കിട്ടും. മനസ്സിലായില്ലേ? അവന്റെ അമ്മായിയമ്മയാകാനും അവന്റെ ഭാര്യയാകാനുള്ള യോഗ്യത നിനക്ക് നിന്റെ മകൾക്കുമുള്ളൂ. ഇനി ഈ വീട് ഞാനൊന്ന് ഭരിച്ചു നോക്കട്ടെ. ഓനിക്കെന്നെ പറ്റിയിട്ടില്ലെങ്കിൽ പറ്റണ്ട, എനിക്കെന്നെ പറ്റിക്കണ്. മുണ്ടിയ ബാപ്പ അമ്മനെ തല്ലും, മുണ്ടിയില്ല ഈ ബാപ്പ പന്നിയർച്ചി തിന്നു എന്ന് പറഞ്ഞ മാതിരി എഞ്ചിനീയർമാർ കുറച്ച് മീനൊക്കെ കൂട്ടുന്നത് നല്ല. മനസ്സിലായില്ലേ? ഇനി അഥവാ അവൾ അവന്റെ കൂടെ പോയാൽ അവനെ ഞാൻ കൊല്ലും, എന്നിട്ട് അവളെ ഞാൻ കെട്ടും. അപ്പൊ ഞാൻ ഇന്നലെ സെറീനാന്റെ വാപ്പാക്ക് കൊടുത്ത വാക്കിന് ഒരു വിലയില്ലെന്ന് അർത്ഥം. കണ്ടില്ലേ, ഓനൊരു ചുറ്റിക തെരഞ്ഞാണ്. ഇങ്ങനത്തെ മക്കളെ ഞാൻ സ്നേഹിക്കണ്ടേ? അപ്പൊ ഈ വീട്ടിലുള്ളവരെല്ലാരും മഹാന്മാര്, ഞാൻ മാത്രം ഒന്നിനും കൊള്ളാത്തവള്. അതേടി, നിന്റെ മനസ്സ് സകല വൃത്തികേടുകളും അടിഞ്ഞുകൂടിയ ഒരു കുപ്പത്തൊട്ടിയാണ്. ഒറ്റയ്ക്കൊപ്പം മാത്രം പുറത്തിയായിരുന്ന ഈ സ്നേഹം തൽക്കാലം റസിയക്ക് വേണ്ട. പക്ഷേ അതിനു മുമ്പ് അവളെ മകളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടണം. എനിക്ക് സെറീനയെ മാത്രം മതി. എന്നാലേ നിങ്ങളുടെ എല്ലാ സാഹചര്യവും ശരിയായിട്ട് വീട് പണി തുടങ്ങാം. അതുവരെ ഞാൻ എന്റെ വീട്ടിൽ കഴിഞ്ഞോളാം. ഉമ്മാന്റെ വർത്താനം കേട്ട് വെറുതെ ചാടി പുറപ്പെടണ്ട.